തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനമാക്കി പരിശോധിക്കുമ്പോൾ CPM-ന് 58 സീറ്റ്, കോൺഗ്രസിന് 80 സീറ്റ്, 2 സീറ്റ് BJP-ക്ക്. അപ്പോൾ സ്വാഭാവികമായി ഇത് നിലനിർത്തുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമോ? അതിന് ഉത്തമമായ കണക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കേണ്ടത് 2024-ൽ 20 പാർലമെൻറ്റ് സീറ്റുകളിൽ 18 എണ്ണവും കോൺഗ്രസിനാണ് കിട്ടിയത്, ഒരെണ്ണം BJP-ക്കാണ്, ഒരെണ്ണം CPM-നും. അപ്പോൾ ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വിചിത്രമാണ്. UDF-ന് 110 MLA-മാരെയാണ് കിട്ടേണ്ടത്. അതേസമയം CPM-ന് വെറും അല്ലെങ്കിൽ LDF-ന് വെറും 19 MLA-മാർ, BJP-ക്കാകട്ടെ 11 MLA-മാർ. ഇതിലെ അന്തരം നമുക്ക് മനസ്സിലാകാമല്ലോ. ഇപ്പം ആ ഒരു കണക്ക് തിരിച്ച് ലെജിസ്ലേച്ചറിലേക്ക് തദ്ദേശ സ്വയംഭരണത്തിലേക്ക് വന്നപ്പം തിരിച്ചാണ് വന്നിരിക്കുന്നത്, വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. 80, 58, 2 എന്ന് വന്നിരിക്കുന്നു. ഇതും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല. കാരണം പാർലമെന്റ് ഇലക്ഷൻ വേറെ, അസംബ്ലി ഇലക്ഷൻ വേറെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വേറെ. ഇത് മൂന്നായിട്ടേ പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ല, ഇതൊരു കുറവാണ് സംഭവിക്കുന്നത്. ലോക്സഭയിൽ 110, 80, അപ്പൊ വീണ്ടും കുറയുമോ? വീണ്ടും കുറയാൻ ഒരിക്കലും പറ്റില്ല. ഈ കുറവ് വന്നിരിക്കുന്നു, ഇതിൽ നിന്നും കുറയാനാണ് ഇനി സാധ്യത. 80 തന്നെ കോൺഗ്രസ് കുറയുമ്പോൾ CPM മുന്നോട്ട് വരും. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം CPM-ന് ഇപ്പോൾ നഷ്ടപ്പെട്ടത് എവിടെയൊക്കെയാണെന്ന് അവർക്ക് പൂർണ്ണമായും പിടികിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിന്റെ മാപ്പ് എടുത്ത് നോക്ക്. തെക്കൻ കേരളത്തിൽ വലിയ തെറ്റില്ലാത്ത വിധത്തിൽ CPM പിടിച്ചു നിന്നിട്ടുണ്ട്. പാലക്കാടും കാസർഗോഡും പിടിച്ചു നിന്നിട്ടുണ്ട്. കണ്ണൂരും പിടിച്ചു നിന്നിട്ടുണ്ട്. കാസർഗോഡും കുറച്ച് അവർക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ജില്ലാ പഞ്ചായത്തിന്റെ നിലവാരമായിരിക്കും നമ്മൾ ഒരുപക്ഷെ അസംബ്ലിക്ക് നോക്കേണ്ടത്. അതോടൊപ്പം BJP-ക്ക് ത്രികോണ മത്സരത്തിന് ചാൻസ് ഉള്ള കുറേ മണ്ഡലങ്ങളുണ്ട്. അത് ടോസാണ്. അണ്ടർഗ്രൗണ്ട് കളികളും അതിനകത്ത് നിർണായകമാണ്. ഇതേ കളികൾ CPM-ൻ്റെയും BJP-യുടെയും വോട്ടുകൾക്ക് മറ്റ് മണ്ഡലങ്ങളിലും വരാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ഇനി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ. 3 മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടത്തിലേക്കാണ്. BJP-ക്ക് നിലവിൽ കാണിക്കുന്ന 2 സീറ്റാണ്. ലക്ഷ്യം 10ലേക്കാണ്. അതുമായി യാതൊരു വാദത്വമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇപ്പൊ തന്നെ ഈ കിട്ടിയിരിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ 4 താമര വിരിയിക്കാൻ അവർക്ക് കഴിയും. നേമത്ത്, വട്ടിയൂർക്കാവില്, കഴക്കൂട്ടത്ത്, അതുപോലെ തന്നെ 1 നല്ലപോലെ ശ്രമിച്ചാൽ തിരുവനന്തപുരത്ത്. ആ സ്ഥാനാർത്ഥി നിർണയം വളരെ പ്രധാനപ്പെട്ടതാണ്. നിഷ്പക്ഷമായ കൂടുതൽ വോട്ടുകൾ വീഴുന്നതിനുള്ള സന്ദർഭം പ്രധാനപ്പെട്ടതാണ്. അവിടെ ഇപ്പോൾ വികസിത അനന്തപുരിക്ക് വയ്ക്കുന്ന മുദ്രാവാക്യം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രി ഇവിടെ വന്ന് വികസനം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ലക്ഷണവും കൂടെ അല്ലെങ്കിൽ ഒരു കാരണവും കൂടെ ഈ ഒരു ബൂസ്റ്റ് കൊടുക്കുന്നതിനാണ്. ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ 4 മിനിമം 4, അതുപോലെ തന്നെ ആറ്റിങ്ങൽ വളരെ കഴിഞ്ഞ തവണത്തെ പോലെ ടൈറ്റ് ഫൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കായംകുളം അതുപോലെ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ തിരുവല്ല അതിന് പറ്റിയ സ്ഥലമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തേക്കായിട്ട് അത് വ്യാപിച്ചു വരും. കുറച്ചുകൂടെ പോളറൈസേഷനുള്ള സാധ്യതയും വരും. ഈ ക്രിസ്ത്യൻ ഹിന്ദു കോമ്പിനേഷന് കുറച്ചുകൂടെ സാധ്യത ഇതിൽ വന്നേക്കും. അപ്പോൾ അത് വരുമ്പോൾ ഒരു 40 മണ്ഡലങ്ങളിൽ BJP-ക്ക് ത്രികോണ മത്സരത്തിനുള്ളൊരു ചാൻസ് വരും. അതിൽ 40 വിജയിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ അത്തരത്തിൽ മത്സരം കൊടുക്കാൻ കഴിയുമ്പോൾ അതിൽ ചില വിട്ടുവീഴ്ചകൾ ചിലർക്ക് വേണ്ടി വരും. ആ വിട്ടുവീഴ്ചകൾ അവസാന നിമിഷം എങ്ങനെ വരുന്നു? രണ്ടാം പിണറായി സർക്കാരിന് ശേഷം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ LDF-ൽ നിന്നും ഹൈന്ദവ വോട്ടുകൾ BJP-യിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സാറ് പറയുന്ന ഈ കണക്ക് സ്വാഭാവികമായി UDF-ന് അനുകൂലമാകും. അതെ, പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആ നില കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പോകാനുള്ള പ്രധാനപ്പെട്ട വോട്ടുകൾ BJP-യിലേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ LDF-ൽ നിന്ന് പോയത് കുറച്ച് മുസ്ലിം വോട്ടുകളാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അത് മുസ്ലിം വോട്ടുകൾ പോയത് അവർ CPM കേഡർ അല്ലാതാകുകയല്ലേ ഇത്. ഇപ്പോൾ താമര വിരിയാതിരിക്കാനായിട്ട് ചില സ്ഥലങ്ങളിൽ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 19 സീറ്റ് കോൺഗ്രസിന് ഇവിടെ കിട്ടിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ CPM ജയിച്ച പലയിടത്തുമാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ സീറ്റുകൾ പിടിച്ചിരിക്കുന്നത്. ഒരു 6 സീറ്റിലെങ്കിലും തീർച്ചയായിട്ടും ഒരു CPM-ന്റെ മുസ്ലിം കേഡറിൽ നിന്ന് വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്.
അല്ല, അത് കൃത്യമായി ആ കണക്ക് പരിശോധിക്കേണ്ടത് കൊല്ലത്തല്ലേ. കൊല്ലത്ത് 6-ൽ നിന്ന് 12-ലേക്കാണ് വന്നത്. അപ്പോൾ തകർച്ച ഉണ്ടായിരിക്കുന്നത് LDF. കൊല്ലത്ത് പിന്നെ പിക്ചർ തിരിച്ചും വന്നിട്ടുണ്ട്. അത് കാരണം ഹിന്ദു പോളറൈസേഷൻ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ പിന്നെ കൊല്ലത്ത് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്, ഹിന്ദു പോളറൈസേഷൻ കൂടിയിട്ടുണ്ട്. പക്ഷേ അതിൽ ചില വിള്ളലുകൾ വീഴ്ത്തുന്നതിനും അതിൽ ഭരണത്തിൽ എത്തിക്കാതിരിക്കുന്നതിനുമാണ് ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിന് മറിച്ച് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സീറ്റ് കൂടി CPM-ൻ്റെ സീറ്റ് പലയിടത്തും കുറഞ്ഞു. പക്ഷെ അത് തിരിച്ചാ വന്നിരുന്നെങ്കിൽ ചില സ്ഥലങ്ങളിൽ BJP-ക്ക് ഒരു 4-5 സീറ്റുകൾ കൂടെ കൂടുതൽ കിട്ടിയത്. ആ ടൈറ്റ് ഫൈറ്റ് ആകുന്ന ചില സ്ഥലങ്ങൾ വരുമല്ലോ. അതായത് മറിക്കാതിരുന്നെങ്കിൽ അവിടെ യഥാർത്ഥ ത്രികോണ മത്സരം നിൽക്കുകയാണെങ്കിൽ അവിടെ അപ്പോൾ BJP-ക്ക് വീണ്ടും ഒരു 4-5 സീറ്റുകൾ കൂടെ. ഞാൻ ആദ്യമേ പറഞ്ഞു 10 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ 10 സീറ്റുകളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 സീറ്റെങ്കിലും BJP-ക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ ഒരു 47 സീറ്റ് BJP-ക്ക് ഷുവറായിട്ടും ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും പിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. 10 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നതിൽ 5 എണ്ണമെങ്കിലും അങ്ങനെ BJP-ക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാനന്ന് പറഞ്ഞു. ആ 5 സീറ്റുകൾ കൂടെ ആയിരുന്നെങ്കിൽ 52 സീറ്റിൽ എത്തുമായിരുന്നു. പക്ഷേ അത് വരാതിരിക്കാൻ വേണ്ടി നടത്തിയ ആ 5 വരാതിരിക്കാൻ നടത്തിയ നീക്കങ്ങളിൽ 2 ഭംഗിയായിട്ട് ഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 50-ലെത്തിയത്. തീർച്ചയായിട്ടും അത് 48-ൽ പോകേണ്ടതാണ്. 48-ൽ പോകാതിരുന്നത് നേരിയ ഭൂരിപക്ഷത്തിനൊക്കെ ചിലടത്ത് BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞു. ചില വാർഡുകളിൽ 2 വോട്ട്, 26 വോട്ട്, 14 വോട്ടിനൊക്കെ ജയിച്ചത് അങ്ങനെയാണ് വന്നത്. കാരണം അവിടെ ഭയങ്കരമായ പോളറൈസേഷൻ നടത്തിയിട്ടുണ്ട്. അത് മതാടിസ്ഥാനത്തിൽ പള്ളികൾ കേന്ദ്രീകരിച്ച് നടത്തിയെന്ന് വരെ പലരും പറയുന്നുണ്ട്. അത് നമ്മളിപ്പം പാർട്ടിയല്ല നോക്കേണ്ടത്, നമ്മുടെ നിലനിൽപ്പാണ് എന്ന് പറഞ്ഞ് വോട്ടിങ്ങിലേക്ക് തിരിച്ചുവിട്ട സന്ദർഭങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് BJP പഠിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണദാസിൻ്റെയൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ അത് വളരെ കൂലംകഷമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ചുകൊണ്ട് അസംബ്ലിയിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ പാർലമെന്റിൽ പറഞ്ഞ പോലെ പാർലമെന്റിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലും കിട്ടില്ല. പിന്നെ 13 സീറ്റ് BJP-ക്കും 19 സീറ്റ് LDF-നും അല്ലേ. യാതൊരു വിധത്തിലും നമുക്ക് ബേസില്ലാത്തതാണ്. 110 സീറ്റ് UDF-നും. ഇപ്പോൾ വന്നിരിക്കുന്നതും യാഥാർത്ഥ്യമല്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 80, 58, 12 യാഥാർത്ഥ്യമല്ല. ഇതിൽ യാഥാർത്ഥ്യത്തോട് അടുത്ത് വരാൻ സാധ്യതയുള്ളത് ജില്ലാ ബ്ലോക്ക് മാത്രം എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യത്തോടുള്ള പിക്ചർ കിട്ടും. ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ബ്ലോക്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും തമ്മിലുള്ള ഒരു സന്തുലനാവസ്ഥ നോക്കുകയാണെങ്കിൽ അപ്പോഴും BJP-ക്ക് ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കാം. പക്ഷേ അല്ലെങ്കിൽ കാസർഗോഡ് ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാം. അങ്ങനെയല്ല. അത് വരുമ്പോഴും എവിടെയൊക്കെ രണ്ടാമത് വന്നിട്ടുള്ള ചില സ്ഥലങ്ങളിൽ BJP തൊട്ടടുത്ത് രണ്ടാമത് വന്നിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് മുന്നേറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കൂടിച്ചേർന്ന് വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ ചിലപ്പോൾ താമര വിരിയാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് BJP-ക്ക് നില മെച്ചപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ടൈറ്റ് ഫൈറ്റ് വരുന്ന 40 ടൈറ്റ് ഫൈറ്റിൽ 40 പ്രമുഖ സ്ഥാനാർത്ഥികളെ ഇപ്പം രാജീവ് ചന്ദ്രശേഖരയുടെ ഏറ്റവും വലിയ വിജയം എന്താ? തിരുവനന്തപുരത്ത് നിർത്തിയ സ്ഥാനാർത്ഥികളുടെ മികവാണ്. മുദ്രാവാക്യത്തിൻ്റെ മികവ് ഉണ്ട്, വികസന മുദ്രാവാക്യമുണ്ട്, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ മികവുണ്ട്. അതുപോലെ തന്നെ ഈ 40 41 വരുന്ന സീറ്റുകളിൽ അവർ ഉത്തമരായ സ്ഥാനാർത്ഥികളെ ആ പ്രാദേശിക പ്രാതിനിധ്യം കൂടെ നോക്കി വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രാദേശിക ഇക്വേഷനും കൂടെ നോക്കി വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJP-ക്ക് ഇത്തവണ തെറ്റില്ലാത്ത ഒരു 10 അടുപ്പിച്ച് വരുന്ന ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയും. എന്നാൽ CPM-ഉം വളരെ മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകും. കാരണം അവരുടെ അടിത്തറ ഇളകി എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അസംബ്ലി നോക്കുമ്പോൾ കണ്ടില്ലേ 80, 58, 2 നിൽക്കുന്നത് അല്ലേ. ആ 58 എന്ന് പറയുന്നത് CPM-ൻ്റെ ഒട്ടും മോശമല്ലാത്ത പെർഫോമൻസ് ആണ്. 58 എന്ന് പറയുമ്പോൾ ആ 58 70 ആക്കുന്നതിന് അവർക്ക് അല്പം പരിശ്രമിച്ചാൽ കഴിയുന്നതാണ്. ഒരുപക്ഷെ അതിന് വേണ്ട നീക്കങ്ങൾ ചില അന്തർധാരകൾ തിരിച്ചും മറിച്ചുമൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല. അത് വരുമ്പോൾ ഈ പിക്ചർ മാറും. ഒരു 8 or 10 സീറ്റ് BJP-ക്ക് ലഭിക്കുന്നതും 70 സീറ്റ് CPM-ന് വരുന്നതുമായ 70 or 72 സീറ്റ് വരാൻ സാധ്യതയുള്ള ഇതിലേക്കും വന്നാൽ ഈ 80 എന്നുള്ളത് ചിലപ്പം വളരെ താഴോട്ടും പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ വടക്കോട്ട് ഈ തന്ത്രമൊന്നും നടക്കില്ല. മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തിൽ നിൽക്കുന്ന പല സ്ഥലങ്ങളിലും ഇപ്പോഴും അതേപോലത്തെ റിസൾട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. തെക്കെന്നാൽ
കേരളത്തിൻ്റെ ആ മാപ്പ് ഒന്ന് എടുത്ത് നോക്ക്. ഞങ്ങൾ എനിക്ക് തോന്നുന്നു കേരളാവധി ആ മാപ്പ് കറക്റ്റായിട്ട് മിനിങ്ങാനത്തെ കേരളാവധിയിൽ ആ മാപ്പ് കറക്റ്റായിട്ടുണ്ട്. എവിടെയൊക്കെ ചുമപ്പ് വന്നിട്ടുണ്ട്, എവിടെയൊക്കെ പച്ച വന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ തെക്കൻ കേരളം ഏതാണ്ട് ചുവന്ന് തന്നെയാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തുകളുടെ ഇത് നോക്കുമ്പോൾ. പാലക്കാടും ഏതാണ്ട് കട്ടയ്ക്ക് നിൽക്കുന്ന വിധത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ കാസർഗോഡ്, കണ്ണൂരൊക്കെ അവരുടെ മേധാവിത്വം അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ CPM-ന് ഇപ്പം 58 ഈ ഗതികെട്ട സമയത്തും കാണിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് 70-ലേക്ക് എത്തിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. അതിലേക്കുള്ള ശ്രമത്തിലായിരിക്കും CPM ഇനി മുന്നോട്ട് നീങ്ങുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.